കരപ്പുറത്തിന്റെ സരസ്വതി ക്ഷേത്രം എന്നറിയപ്പെടുന്ന വരകാടി ശ്രീദേവി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് തിരിതെളിഞ്ഞു. ഇനി 9 നാൾ ഗ്രാമം ഭക്തിയുടെ നിറം. കരപ്പുറത്തിന്റെ സരസ്വതി ക്ഷേത്രം എന്നറിയപ്പെടുന്ന വരകാടി ശ്രീദേവി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് തിരിതെളിഞ്ഞു. ഒക്ടോബർ 2 മുതൽ 13 വരെയാണ് ക്ഷേത്രത്തിൽ യജ്ഞച്ചടങ്ങുകൾ നടക്കുക. കുറുപ്പംകുളം രജികുമാറാണ് യജ്ഞാചാര്യൻ. സാരഥി സെന്റർ ഫോർ എക്സലൻസ് ചെയർമാൻ അഡ്വക്കേറ്റ് NS അരവിന്ദാക്ഷൻ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ദേവസ്വം പ്രസിഡന്റ് മുകുന്ദൻ പണിക്കർ ആചാര്യ വർണ്ണവും ശ്രീനിവാസൻ നായർ ശ്രീരാഗം ഗ്രന്ഥസമർപ്പണവും നിർവഹിച്ചു. രജികുമാർ കുറുപ്പംകുളം മഹാത്മ്യ പ്രഭാഷണം നടത്തി. ക്ഷേത്രം തന്ത്രി താന്ത്രിക വിദ്യാകുലപതി ബ്രഹ്മശ്രീ കടിയക്കോൽ കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം മേൽശാന്തി പ്രദീപ് കുമാർ വടക്കേമഠം, യജ്ഞഹോതാവ് നാരായണൻ പോറ്റി, ക്ഷേത്രം പ്രസിഡന്റ് മുകുന്ദൻ പണിക്കർ, സെക്രട്ടറി പ്രദീപ് കുമാർ വിഷ്ണു നിവാസ്, ഖജാൻജി രഘുനാഥൻ നായർ സി ചേലക്കൽ, കുടുംബ പ്രതിനിധി ശ്രീകുമാർ ഹരിഭവനം, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഒക്ടോബർ 8 ചൊവ്വാഴ്ച ദർശന പ്രാധാന്യമായ പാർവതി പരിണയം നടക്കും. സ്വയംവര മന്ത്രാർച്ചന, ഐക്യമത്യ സൂക്തം, മുല്ലമാല, പുടവ പൂജ എന്നിവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ്. ഒക്ടോബർ 13 വിജയദശമി വിദ്യാരംഭം ചടങ്ങുകളോടെ പരിപാടികൾക്ക് സമാപനമാകും. അമ്മയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേരുവാനും പ്രാർത്ഥിക്കുവാനും വീണ്ടും ഒരു സുവർണമായ 9 ദിവസക്കാലം നമുക്ക് ലഭിക്കുകയാണ്. അവരവർക്ക് ആവുന്നത് പോലെ ഭഗവത് തിരുസന്നിധിയിൽ എത്തിച്ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴും സമർപ്പണങ്ങൾ നടത്തുമ്പോഴും ആ അമ്മയുടെ തിരുസന്നിധിയിൽ മക്കളായിട്ടുള്ള നമ്മളുടെ ഓരോ സമർപ്പണങ്ങളും ഈ യജ്ഞത്തിന്റെ വിജയത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്പം പൂജാ പൂക്കളായിട്ടും ഉടയാടകൾ സമർപ്പിച്ചും മാലകൾ കെട്ടി സമർപ്പിച്ചും പൂജാദ്രവ്യങ്ങളായിട്ടുള്ള എണ്ണയും ചന്ദനത്തിലെയും കർപ്പൂരവും നെയ്യ് നാളികേരം ഇതൊക്കെ സമർപ്പിച്ചുകൊണ്ടുമൊക്കെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാവണം. ആർഷഭാരത സംസ്കാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവങ്ങൾ നമുക്ക് നമ്മുടെ പൂർവികന്മാർ നൽകിയിട്ടുണ്ട്. ക്ഷേത്ര ആരാധനയിലൂടെയും അതുപോലെ തന്നെ പ്രാർത്ഥനകളിലൂടെയും നാമജപങ്ങളിലൂടെയും സത്സംഗങ്ങളിലൂടെയും ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ജ്ഞാനം നേടിക്കൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് മനോബലം നൽകുന്നു ഈ ആചാരകർമ്മങ്ങളൊക്കെ.